നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സിദ്ധാർത്ഥന്റെ മരണം, 2 പേർ കൂടി പിടിയിലായത് മർദ്ദനത്തിലും ഗൂഢാലോചനയിലും പങ്കാളിയായവർ. കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകം, തെളിവെടുപ്പിനായി പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി. കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആകും 12 റോഡുകൾക്ക് 1312.67 കോടി രൂപ അനുവദിച്ചു. മന്ത്രി മുഹമ്മദ് റിയാസ്. തൃശൂരിൽ കാണാതായ ആദിവാസി കുട്ടികൾ 2 പേരും മരിച്ച നിലയിൽ, മൃതദേഹം കണ്ടെത്തി. വാർത്തകൾ വിശദമായി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ. കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനികളായ വസീഫ് വി, അബി എന്നിവരാണ് പിടിയിലായത്. നേരത്തെ കേസുമായി ബന്ധപ്പെട്ട് 18 പ്രതികൾ അറസ്റ്റിലായിരുന്നു. മുഖ്യപ്രതി സിജോ ജോൺസൺ, അഖിൽ കെ, കാശിനാഥൻ RS, അമീൻ അക്ബർ അലി, അരുൺ കെ, ആസിഫ് ഖാൻ, അമൽ ഹിഫ്സാൻ, അജയ് ജെ, സൗത്ത് റിസാൽ EK, അൽത്താഫ് A, ആദിത്യൻ B, മുഹമ്മദ് ഡാനിഷ് M, റഹാൻ ബിനോയ്, ആകാശ് SD, അഭിഷേക് S, ശ്രീഹരി RD, ഡോൺ സായ്, ബിൽഗറ്റ് ജോഷോ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത്. സംഭവവുമായി ബന്ധപ്പെട്ട് 18 വിദ്യാർത്ഥികളെ കോളേജ് സസ്പെൻഡ് ചെയ്തിരുന്നു. കൂടാതെ കഴിഞ്ഞ ദിവസം 31 വിദ്യാർത്ഥികൾക്ക് പഠനവിലക്കും കോളേജിലെ ആന്റി റാഗിംഗ് കമ്മിറ്റി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 19 വിദ്യാർത്ഥികൾക്ക് 3 വർഷത്തേക്കും 12 വിദ്യാർത്ഥികൾക്ക് 1 വർഷത്തേക്കുമാണ് വിലക്ക്. ഇടുക്കി കട്ടപ്പനയിൽ ആഭിചാര കൊലപാതകം എന്ന സംശയത്തെ തുടർന്ന് മോഷണ കേസിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതികൾക്കായി പോലീസ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചു. കോടതി പ്രൊഡക്ഷൻ വാറന്റ് നൽകിയിട്ടുണ്ട്. പ്രതികളെ പിരമിഡ് ജയിലിൽ നിന്ന് കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡിയിൽ വാങ്ങും. കഴിഞ്ഞ 2-ാം തീയതി കട്ടപ്പന നഗരത്തിലെ മോഷണ കേസിൽ പിടിയിലായ പ്രതികളെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണമാണ് വഴിത്തിരിവിലേക്ക് നീങ്ങുന്നത്. കൂടുതൽ മോഷണ സാധനങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടോ എന്ന പരിശോധനയ്ക്കായി പ്രതികളിൽ ഒരാളായ വിഷ്ണുവിന്റെ കാഞ്ചിയാർ കാക്കാട്ടുകടയിലുള്ള വാടക വീട്ടിൽ എത്തിയ പോലീസിനുണ്ടായ സംശയങ്ങളാണ് ദൂരീകരിക്കപ്പെടേണ്ടത്. വീട്ടിലെ സാഹചര്യങ്ങളിലും വീട്ടിലുണ്ടായിരുന്ന അമ്മയുടെയും സഹോദരിയുടെയും പെരുമാറ്റത്തിൽ ഉണ്ടായ അസ്വാഭാവികതയും ആണ് പോലീസിൽ സംശയം ജനിപ്പിച്ചത്. വിഷ്ണുവിന്റെയും കുടുംബത്തിന്റെയും ജീവിതം ദുരൂഹത നിറഞ്ഞതാണെന്നും അമ്മയും സഹോദരിയും ആ വീട്ടിൽ താമസം ഉണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് അറിയുന്നതെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിലെ 12 റോഡുകളുടെ വികസനത്തിന് സർക്കാർ 1312.67 കോടി രൂപയുടെ അനുമതി ലഭ്യമാക്കിയതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് ന്യൂ കാലിക്കറ്റ് ആകും. കോഴിക്കോട്ടെ ജനങ്ങളുടെ ഏറെക്കാലമായുള്ള ആഗ്രഹമാണ് ഈ റോഡുകളുടെ വികസനം. സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി പ്രകാരമാണ് തുക അനുവദിച്ചത്. റോഡുകളുടെ വികസനത്തിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് 720.39 കോടി രൂപയ്ക്കും റോഡുകളുടെ നിർമ്മാണത്തിന് 592.28 രൂപയ്ക്കും ആണ് അനുമതിയായത്. റോഡുകളുടെ പണി പൂർത്തിയാകുന്നതോടെ കോഴിക്കോട് നഗരത്തിന്റെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി പറഞ്ഞു. വിഷൻ 20-30 എന്നിവയുടെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. 12 റോഡുകളുടെയും ഭൂമി ഏറ്റെടുക്കലിന് സ്പെഷ്യൽ ടീമിനെ നിയമിക്കുന്ന കാര്യം ധനമന്ത്രിയുമായി ചർച്ച ചെയ്യും. യുദ്ധകാലാടിസ്ഥാനത്തിൽ പദ്ധതി പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കും. ഈ റോഡുകളുടെ നവീകരണം നഗരത്തിലെ ഗതാഗത കുരുക്കിന് ആശ്വാസമേകുന്നതോടൊപ്പം നഗരത്തിന്റെ വികസനത്തിന് ആക്കം കൂട്ടുമെന്നും മന്ത്രി പറഞ്ഞു. മാളിക്കടവ് തണ്ണീർപന്തൽ റോഡ്, കാരിക്കകുളം സിവിൽ സ്റ്റേഷൻ, കോട്ടുളി, മൂഴിക്കൽ, കാളാണ്ടിത്താഴം, മാങ്കാവ്, പൊക്കുന്ന്, പന്തീരങ്കാവ്, മാനാഞ്ചിറ, പാവങ്ങാട്, കല്ലുത്താൻ കടവ്, മീൻചന്ത, കോതിപ്പാലം, ചക്കുക്കടവ്, പന്നിയങ്കര, ഫ്ലൈഓവർ, CWRDM, പെരിങ്ങളം ജംഗ്ഷൻ, മിനി ബൈപ്പാസ്, പാനത്തുതാഴം ഫ്ലൈഓവർ, അരയിടത്തുപാലം, അഴക്കൊടി ക്ഷേത്രം, ചെറൂട്ടി നഗർ, രാമനാട്ടുകര, വട്ടക്കിണർ, പന്നിയങ്കര, പന്തീരങ്കാവ് എന്നീ റോഡുകളുടെ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെ സമഗ്ര വികസനത്തിനാണ് തുക അനുവദിച്ചത്. തൃശൂർ ജില്ലയിലെ ശാസ്താംപൂവത്ത് നിന്ന് കഴിഞ്ഞ ശനിയാഴ്ച കാണാതായ 2 ആദിവാസി കുട്ടികളും മരിച്ച നിലയിൽ. കോളനിയുടെ സമീപത്ത് നിന്ന് ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. 16 വയസ്സുള്ള സജിക്കുട്ടൻ, 8 വയസ്സുള്ള അരുൺ എന്നിവരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. വെള്ളിക്കുളങ്ങര ശാസ്താംപൂവ ആദിവാസി കോളനിയിൽ നിന്നുമാണ് കുട്ടികളെ കാണാതാകുന്നത്. വനം വകുപ്പ് പോലീസും ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കാണാതായ സജിക്കുട്ടനും അരുൺ കുമാറും വഴിതെറ്റി ഉൾക്കാട്ടിൽ അകപ്പെട്ടതാകാമെന്ന നിഗമനത്തിലാണ് അധികൃതർ അന്വേഷണം നടത്തിയത്. അനുജൻ സജിക്കുട്ടനായുള്ള കാത്തിരിപ്പിലായിരുന്നു സഹോദരി ചന്ദ്രിക. കഴിഞ്ഞ ശനിയാഴ്ചയാണ് 16-കാരനായ സജിക്കുട്ടനെയും അയൽവാസിയായ 8 വയസ്സുകാരൻ അരുൺ കുമാറിനെയും കാണാതാകുന്നത്. ഇരുവരും കാടിനടുത്തുള്ള ബന്ധുവീട്ടിൽ പോയതാകാം എന്നാണ് രക്ഷിതാക്കൾ ആദ്യം കരുതിയത്. പിന്നീട് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. ഇന്നലെ രാത്രി തെരച്ചിൽ നടത്തിയെങ്കിലും ഇവരെ കണ്ടെത്താനായില്ല. ഇന്ന് പുലർച്ചെ 6 മണി മുതൽ വീണ്ടും തെരച്ചിൽ തുടങ്ങി. 10 പേരുള്ള 7 സംഘങ്ങളായാണ് ഉദ്യോഗസ്ഥർ തെരച്ചിൽ നടത്തിയത്. അന്വേഷണത്തിനൊടുവിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്.